يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله القوي المتين يؤيد عباده بنصره المبين، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം മുറുകെ പിടിച്ചുകൊണ്ട് സത്യവിശ്വാസികളായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരിൽ നമ്മെ എല്ലാവരെയും ചേർത്ത് നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിൽ മനസ്സമാധാനവും സന്തോഷവും, രണ്ട് ലോകത്തും അവന് വിജയവും നേടുവാൻ അനിവാര്യമായ ഒട്ടേറെ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിലൂടെ വിവരിച്ചു തന്നിട്ടുണ്ട്. വിശ്വാസികൾ അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതും ആ വിശ്വാസത്തിന് വിഘാതമായി വരുന്ന എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളതുമാണ് അള്ളാഹുവിൻ്റെ സഹായം അവന് ലഭിക്കുവാനുള്ള ഏക മാർഗം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, അത് വ്യക്തികൾക്കാവട്ടെ, കുടുംബങ്ങളിലാവട്ടെ, രാജ്യത്താവട്ടെ, എവിടെയാവട്ടെ, എവിടെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കുവാനും അവനിലുള്ള അടിയുറച്ച വിശ്വാസത്തെ നിലനിർത്തുവാനും അതിന് വിഘാതമായി യാതൊന്നും ചെയ്യാതെ മുന്നോട്ട് പോകുവാനും ശ്രമിക്കുന്നവർക്കാണ് എല്ലാ തലങ്ങളിലും വിജയമുണ്ടാവുക. അവരെ പരാജയപ്പെടുത്തുവാൻ എത്ര വലിയ ശക്തികൾക്കും സാധ്യമാവുകയുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യദുർറുകും കൈദുഹും ശൈആ. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഉപാധികളാണ് ഇവിടെ വിജയത്തിന് വേണ്ടി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. വഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, വതത്തഖൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ള മുത്തഖീങ്ങളായി നിങ്ങൾ ജീവിക്കുകയും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ, ലാ യദുർറുകും കൈദുഹും ശൈആ, നിങ്ങൾക്കെതിരെ ആര് കുതന്ത്രങ്ങൾ മെനഞ്ഞാലും, ആര് നിങ്ങൾക്കെതിരെ ഏത് വിധത്തിലുള്ള ഭീഷണികൾ ഉയർത്തിയാലും അവരുടെയൊന്നും കുതന്ത്രങ്ങൾ നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ഏൽപ്പിക്കുകയില്ല. ഉപാധി പറഞ്ഞത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് സഹനം വേണം, ഈമാനിൽ അധിഷ്ഠിതമായ നിലക്കുള്ള സഹനവും അതുപോലെ തന്നെ തഖ്വയും വേണം എന്ന്. കാരണം സഹായമുണ്ടാകേണ്ടത് ഈ ലോകത്തുള്ള മനുഷ്യർ തയ്യാറാക്കുന്ന, നിർമ്മിക്കുന്ന
ആയുധക്കൂമ്പാരങ്ങളിലോ സാമ്പത്തികമായ അടിത്തറകളിലോ അല്ല. അതൊന്നുമല്ല സഹായത്തിന്റെ മാനദണ്ഡം. സഹായം ലഭിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്. ഇത് വിശ്വാസികളെ ആവർത്തിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ് അൽ അസീസിൽ ഹകീം. വമൻ നസ്റു സഹായമുണ്ടാവുകയില്ല ഇല്ലാ മിൻ ഇൻദില്ലാഹ് അൽ അസീസിൽ ഹകീം. അസീസും ഹക്കീമുമായ അള്ളാഹുവിന്റെ വക്കൽ നിന്നല്ലാതെ ഒരു സഹായവും ഒരാൾക്കും കിട്ടാൻ പോകുന്നില്ല. വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, ബലില്ലാഹു മൗലാക്കും. അറിയണം നിങ്ങൾ, അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷാധികാരി. വഹുവ ഖൈറുൻ നാസിരീൻ. സഹായം നൽകാൻ ഏറ്റവും ഉത്തമരായവൻ അവൻ മാത്രമാണെന്ന് നിങ്ങൾ ഉൾക്കൊള്ളണം. വീണ്ടും റബ്ബ് പഠിപ്പിച്ചു, ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ. ആ അള്ളാഹു എത്ര നല്ല രക്ഷാധികാരിയാണ്, അവൻ എത്ര നല്ല സഹായിയാണ്. സഹോദരങ്ങളെ, എന്താണ് ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? ആനുകാലികമായി നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നതും രാജ്യമെന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നതുമായ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ വിശ്വാസിക്ക് അവരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും നാട്ടിലും രാഷ്ട്രത്തിലുമൊക്കെ സഹായം ലഭിക്കേണ്ടത് അള്ളാഹുവിങ്കൽ എന്ന് മാത്രമാണ്. റബ്ബ് സഹായിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും നമ്മെ ഒന്നും ചെയ്യാനാവില്ല. അതേ അവസരത്തിൽ സഹായം കിട്ടേണ്ടുന്ന ഏക കേന്ദ്രമായ മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ സഹായം വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാലോ ആരുണ്ടായിട്ടും എന്ത് സന്നാഹങ്ങളുണ്ടായിട്ടും എത്ര വലിയ കോപ്പ് കൂട്ടിയാലും പരാജയമേ ഉണ്ടാവുകയുള്ളൂ എന്ന് റബ്ബ് നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അതിനുണ്ടായിരിക്കേണ്ടത് എന്താണ്? കറകളഞ്ഞ വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തന്ന അവന്റെ പരിശുദ്ധ ഖുർആൻ, അത് ആധികാരികമായി നമുക്ക് വ്യാഖ്യാനിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങൾ, അതിൽ മായം ചേർക്കാതെ ദൃഢമായ ഈമാനോടുകൂടി ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കലാണ് ഒന്നാമതായി ഒരു വിശ്വാസിയുടെ മുഖമുദ്രയായി അടിസ്ഥാനമായി അവൻ കാണേണ്ടത്. രണ്ടാമത്, ആ ദീന് ആദ്യമായി കേട്ട ഉന്നതമായ തലമുറയുണ്ട്. അവരാണ് സലഫുസ് സാലിഹുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് നേർക്ക് നേരെ കേട്ട് പഠിച്ചവരാണ് ഉത്തമ തലമുറയിലെ വമ്പന്മാരും മുമ്പന്മാരുമായി അറിയപ്പെടുന്ന സഹാബാ കിറാം റളിയല്ലാഹു അൻഹും. ഒരു വിശ്വാസിയുടെ അടയാളം എന്താണ്? അവൻ ആ സഹാബാക്കളെ മുഴുവനും ആദരിക്കുന്നവനായിരിക്കും. എന്തിനാണത് പ്രത്യേകം എടുത്തു പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളെ തെറി പറയുന്ന, അവരെ അധിക്ഷേപിക്കുന്ന, പ്രത്യേകിച്ചും അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളെയൊക്കെ ശാപവാക്കുകൾ കൊണ്ട് ചൊരിയുന്ന, മാത്രമല്ല നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട പത്നിമാരായ നമ്മുടെ ഉമ്മമാരെ തെറി അഭിഷേകം നടത്തുന്ന, അവരെ വ്യഭിചാരികളായി ചിത്രീകരിക്കുന്ന, അതേപോലെ തന്നെ ഈ ലോകത്ത് ഏറ്റവും നെറികെട്ടവരായി നമ്മൾ കാണുന്ന ആളുകളെക്കാൾ നെറികെട്ടവരായി കാണേണ്ടവരാണ് മഹാന്മാരായ സഹാബാ കിറാമിലെ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട അവരിലെ പ്രധാനികളായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകളെ കുറിച്ചൊക്കെ ആ വിധത്തിലുള്ള പ്രചരണം നടത്തുന്ന കക്ഷികൾ ലോകത്തുണ്ട്. അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല. വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് അള്ളാഹു അവനിൽ നിന്ന് ദീന് പഠിപ്പിച്ചു കൊടുത്ത മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാദ്യമായി കേട്ട ഉത്തമ തലമുറയായ സഹാബാക്കൾ ഒന്നടങ്കം, ആ സഹാബാക്കളിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ, എല്ലാവരെയും അംഗീകരിക്കുവാൻ മനസ്സുള്ളവൻ മാത്രമാണ് യഥാർത്ഥ മുസ്ലിം. നേരെ മറിച്ച് മുത്ത മുസ്തഫ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തന്നെയും റളിയല്ലാഹു അൻഹും എന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള മഹാന്മാരായ സഹാബാക്കളെ അധിക്ഷേപിക്കുന്നവർക്ക് യഥാർത്ഥമായ ഇസ്ലാമിക പാരമ്പര്യം അവകാശപ്പെടുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് കറകളഞ്ഞ വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ പ്രവാചകവര്യനിൽ നിന്ന് ദീന് കേട്ടവരിലുള്ള വിശ്വാസം. അവരെ അംഗീകരിക്കൽ, അവരെ ബഹുമാനിക്കൽ, അവരെ ആദരിക്കൽ. ഈ ഒരു രൂപത്തിലുള്ള പാതയിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ റബ്ബിന്റെ കാവലുണ്ടാകും. അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. റബ്ബ് സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു ഫലാ ഗാലിബ ലക്കും, അല്ലാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ
പിന്നെ നിങ്ങളെ പരാജയപ്പെടുത്തുന്ന ഒരു ശക്തിയും ലോകത്തില്ല എന്നാണ് അല്ലാഹു നമുക്ക് വാഗ്ദത്തമായി നൽകുന്നത്. നേരെ മറിച്ച് അതിന്റെ മറുവശം കേൾക്കണം. വഇയഖുദുൽകും, അവനെങ്ങാനും നിങ്ങളെ കൈവടിഞ്ഞാലോ, റബ്ബെങ്ങാനും നിങ്ങളെ കൈവടിഞ്ഞാൽ, അള്ളാഹുവിന്റെ ചോദ്യം കേൾക്കൂ. ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദി, ആ റബ്ബിന്റെ ശേഷം പിന്നെ ആരാണടോ നിങ്ങളെ സഹായിക്കാനുള്ളത്? ആരുടെ സഹായമാണ് പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് അടിസ്ഥാനപരമായ കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തി. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് സത്യവിശ്വാസികൾ അല്ലാഹുവിൽ മാത്രം തവക്കുലാക്കട്ടെ, അല്ലാഹുവിൽ മാത്രം അവർ ബരമേൽപ്പിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് റബ്ബിന്റെ സഹായം കിട്ടാനുള്ള പ്രാഥമികമായ പ്രധാനമായ ഉപാധി തന്നെ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞത്, ഇൻ തൻസുറുല്ലാഹ യൻസുറുകും വയുസബ്ബിത് അഖ്ദാമകും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചിരിക്കും. നേരെ മറിച്ച് അതേപോലെ തന്നെ നിങ്ങളുടെ പാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുമെന്നാണ്. അല്ലാഹുവിനെ സഹായിച്ചാലേ റബ്ബിന്റെ തിരിച്ചു സഹായമുണ്ടാവുകയുള്ളൂ. അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാര് പറഞ്ഞു, എങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനെ സഹായിക്കേണ്ടത്? നമുക്ക് നമ്മുടെ സഹായം അല്ലാഹുവിന് ആവശ്യമുള്ളവനാണോ? ആ അർത്ഥത്തിലുള്ള സഹായമല്ല. മറിച്ച് റബ്ബിനെ ഒരാൾ സഹായിക്കുക, ഞാനും നിങ്ങളും അല്ലാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് എപ്രകാരമാണ്? ബിതാഅതിഹി, റബ്ബിന്റെ കൽപ്പനകൾ മുഴുവനും അനുസരിച്ചുകൊണ്ട്, വല്ലീമാനി ബിഹി, അവനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്, വനസ്രി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അല്ലാഹു അയച്ച അല്ലാഹുവിന്റെ റസൂലിനെ, അവിടുത്തെ ആ ആദർശത്തെ പ്രചരിപ്പിക്കുന്നതിൽ സഹായികളായിക്കൊണ്ട്, വദീനിഹി വകിതാബിഹി, റബ്ബ് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം, അവൻ ഇറക്കി തന്ന പരിശുദ്ധ ഖുർആൻ, അതിന് വിരുദ്ധമായിട്ടുള്ള വതർക്കിൽ അമലി ബിമുസാഖത, റബ്ബിന് കോപകരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടും, മഅഹിഫ്ളി ഹുദൂദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അതിർവരമ്പുകളുണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്. ആ ജീവിത മാർഗത്തിന്റെ അതിരുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ഫഹാദാഹു വനസുറുല്ലാഹ്, ഇതാണ് അള്ളാഹനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ നമ്മൾ ജീവിച്ചാൽ റബ്ബ് അവന്റെ കണ്ടീഷൻ പൂർത്തിയാക്കും. എന്താ അള്ളാഹുവിന്റെ വാഗ്ദത്തം? യൻസുറുക്കും. ആദ്യം പറഞ്ഞത് നിങ്ങൾ പൂർത്തിയാക്കിയാൽ രണ്ടാമത് പറഞ്ഞ ഓഫർ അള്ളാഹു പൂർത്തിയാക്കും. യൻസുറുക്കും, നിങ്ങളെ അവൻ സഹായിക്കും. ശത്രു എത്ര ശക്തനാണെങ്കിലും, എത്ര വലിയ ശക്തന്മാരാണ് അപ്പുറത്തുള്ളതെങ്കിലും, നേരെ മറിച്ച് നിങ്ങളെങ്ങാനും അവനെ കൈവടിഞ്ഞാൽ, ആ കൈവടിയൽ എങ്ങനെയാണ്? അതും വിശദീകരിക്കപ്പെട്ടു. റബ്ബിന് ഏറ്റവും വെറുപ്പുള്ള പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ അല്ലാഹുവിനെ കൈവടിഞ്ഞാൽ, അല്ലാഹു നിങ്ങളെ കൈവടിയുന്ന അവസ്ഥ വരുന്നത് എപ്പോഴാണ്? ബിൽ കുഫ്രി വശിർകി വൽ മആസി വഹിയൽ ജുർഅതു അലല്ലാഹ്, അല്ലാഹുവിനോടുള്ള ധിക്കാരമാകുന്ന കുഫറിലൂടെ, ശിർക്കിലൂടെ, തെമ്മാടിത്ത പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഒരാൾ ജീവിച്ചാൽ, ഫദാലികല്ലദീ യൂജിബുൽ ഖദ്ലാൻ, അവനാണ് റബ്ബിന്റെ കൈവടിയൽ, അവനാണ് അർഹനായി മാറുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് കൈവടിഞ്ഞാൽ ആര് നമ്മെ സഹായിക്കാനുണ്ടായിട്ടും കാര്യമുണ്ടാവില്ല. ഇത് നമ്മളെക്കാൾ തിരിച്ചറിഞ്ഞവരാണ് ലോകത്തുള്ള ശത്രുക്കൾ. മുസ്ലിമീങ്ങൾക്ക് റബ്ബിന്റെ സഹായം കിട്ടണമെങ്കിൽ അല്ലാഹ് പറഞ്ഞ ഓഫർ അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കുക എന്ന കണ്ടീഷനാണ്. എങ്കിലേ അവർക്ക് സഹായം കിട്ടുകയുള്ളൂ എന്ന കാര്യം മുസ്ലിമീങ്ങളെക്കാൾ ശത്രുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്താൻ ഏറ്റവും ആവശ്യം എന്താണ്? അവരുടെ അഖീദ തകർക്കലാണ്, അവരുടെ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ തകർക്കലാണ്, റസൂലിലുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കലാണ്, മഹാന്മാരായ സഹാബാക്കളുള്ള ആ ഒരു ആദരവിനെ തകർത്ത് കളയലാണ്. അങ്ങനെ ദീനിൽ നിന്ന് മനുഷ്യരെ അകറ്റിയാൽ അവർ തകർന്നുകൊള്ളുമെന്ന് ശത്രുക്കൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവൻ ഇന്ന് ഇസ്ലാമിനെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന, മാനുഷികമായി ശാരീരികമായി തകർക്കാൻ ഉദ്ദേശിക്കുന്നവരും സൈദ്ധാന്തികമായി അതിനെ തകർക്കാൻ ഉദ്ദേശിക്കുന്നവരും അവരേറ്റവും കൂടുതൽ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നത് മുസ്ലിമീങ്ങളെ അവരുടെ വിശ്വാസത്തിൽ നിന്ന്
എത്രയോ ബഹുദൂരത്തേക്ക് അകറ്റിക്കളയുവാനാണ്. എങ്കിൽ അവർ നശിച്ചോളും എന്നവർ കണക്ക് കൂട്ടുന്നു. അതിനാണ് ഇവിടെ ലിബറലിസം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ തെറ്റായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും എല്ലായിടങ്ങളിലും പ്രമോട്ട് ചെയ്ത് ശരിയായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അവർ തകർക്കുകയാണ്. അങ്ങനെ വിശ്വാസം നശിച്ചു കഴിഞ്ഞാൽ അവർ പരാജയപ്പെട്ടോളുമെന്ന് അവർ കണക്ക് കൂട്ടി അതിനായുള്ള ഗൂഢമായ അജണ്ടകളും പദ്ധതികളുമാണ് അവരിന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഒരു കാര്യം ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. ജീവിതത്തിൽ നമുക്ക് സമാധാനം വേണോ? പരലോകത്ത് വിജയം വേണോ? അല്ലാഹുവിൻ്റെ കാവല് വേണോ? അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കലല്ലാത്ത മറ്റൊരു വഴിയില്ല. റബ്ബിനെ അനുസരിക്കുന്നവർക്ക്, റബ്ബിന്റെ കൽപ്പനകളെ ശിരസാവഹിക്കുന്നവർക്ക് മാത്രമാണ് അള്ളാഹു സഹായം ഓഫർ ചെയ്തിട്ടുള്ളത്. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. നമ്മുടെ മേലുള്ള അവകാശം അള്ളാഹു പറയാണ്, നാം ഏറ്റെടുത്തിട്ടുള്ള കർത്തവ്യം എന്താണ്? നസ്റുൽ മുഅ്മിനീൻ. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ സഹായിക്കാമെന്ന് അള്ളാഹു ഏറ്റിട്ടുള്ളൂ. അതുകൊണ്ട് ഈമാനുള്ളവരായി ഓരോ വ്യക്തിയും മാറിയാൽ ആ വ്യക്തികളടങ്ങുന്ന സമൂഹം നന്നാകും. അങ്ങനെ ഒരു സമൂഹമുള്ള ഒരു രാജ്യമാകുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു കൈവടിയാതിരിക്കാനും നിരന്തരമായി അവൻ്റെ സഹായം നമ്മിൽ സദാ വർഷിച്ചു കൊണ്ടിരിക്കുവാനും നാം പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും അവൻ്റെ സഹായം നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. പറഞ്ഞു വന്നതിൻ്റെ ആകത്തുക നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകണമെങ്കിൽ, ജീവിതത്തിൽ രണ്ട് ലോകത്തും ബറക്കത്തുകൾ ലഭ്യമാകണമെങ്കിൽ റബ്ബിൻ്റെ കൽപ്പനകൾ മാനിച്ചുകൊണ്ട് ജീവിക്കലല്ലാത്ത രണ്ടാമതൊരു മാർഗം ഒരാളും പ്രതീക്ഷിക്കരുത് എന്നാണ്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും കേൾക്കുന്ന നമ്മളിൽ ചില ചോദ്യങ്ങളുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ലോകത്തിവിടെ ധിക്കാരികളും തെമ്മാടികളുമായി നടക്കുന്ന ആളുകൾ സുഖലോലുപരായി ലോകം മുഴുവൻ വാഴുകയാണല്ലോ. അവർക്കൊരുപാട് സമ്പത്തുണ്ടല്ലോ, അവർക്കൊരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ. അവരിങ്ങനെ ലോകം ഇളക്കി മറിച്ചുകൊണ്ട് ഫസാദുണ്ടാക്കുകയാണല്ലോ. അവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ ആദർശത്തെ ചോദ്യം ചെയ്യുന്നവരുമാണ്. എങ്കിൽ എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ യോജിക്കുക എന്ന ഒരു സംശയം സ്വാഭാവികമാണ്. പരിശുദ്ധ ഖുർആൻ അതിന് ധാരാളം സ്ഥലങ്ങളിലൂടെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. എന്താണ് റബ്ബിന്റെ ഒന്നാമത്തെ മറുപടി? വലാ യഹ്സബന്നല്ലദീന കഫറൂ അന്നമാ നുംലീ ലഹും ഇന്നമാ നുംലീ ലഹും ലിയസ്ദാദൂ ഇസ്മാ വലഹും അദാബും മുഹീൻ. സൂറത്ത് ആലി ഇംറാനിലെ 178-ാമത്തെ ആയത്ത്. വലാ യഹ്സബന്നല്ലദീന കഫറൂ, സത്യനിഷേധികൾ ഒരിക്കലും വിചാരിച്ചു പോകണ്ട, അന്നമാ നുംലീ ലഹും ഖൈറുൽ ലിഅൻഫുസിഹിം, നാം അവർക്ക് ഭൂമിയിൽ ഇങ്ങനെ സൗകര്യങ്ങളിങ്ങനെ, അവരെന്ത് തെമ്മാടികളായാലും ധിക്കാരികളായാലും പലപ്പോഴും അവർക്കിങ്ങനെ സൗകര്യങ്ങളിങ്ങനെ നമ്മളിങ്ങനെ അയച്ചിട്ട് കൊടുക്കുമ്പോൾ അതൊക്കെ അവർക്ക് നല്ലതിനാണ്, അതൊക്കെ അവരോടുള്ള ഏറ്റവും വലിയ സ്നേഹം കൊണ്ടാണ് എന്നൊന്നും ഒരു നിഷേധിയും വിചാരിക്കേണ്ടതില്ല. മറിച്ച് ഇതൊക്കെ എന്താണ്? ഇന്നമാ നുംലീ ലഹും, നാം അവർക്കിങ്ങനെ കാലതാമസം ചെയ്ത് സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് ലിയസ്ദാദൂ ഇസ്മാ, അവരുടെ കുറ്റവും തെമ്മാടിത്തവും പോക്കിരിത്തരവുമൊക്കെ അവരെത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും അത് വർദ്ധിപ്പിച്ച് വലഹും അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ടാകും. തീർന്നില്ല, അടുത്ത വചനവും നോക്കൂ, മറ്റൊരായത്ത്. വല്ലദീന കസ്സബൂ ബിആയാതിനാ സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ വഉംലീ ലഹും
ഇന്ന കൈദീ മതീൻ. സൂറത്തുൽ അഅറാഫിലെ 182 183 ആയത്തുകൾ. വല്ലദീന കസ്സബൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്യുന്ന തെമ്മാടികൾ, സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അവരറിയാത്ത വിധത്തിലൂടെ അവർക്കിങ്ങനെ സൗകര്യങ്ങൾ ചെയ്ത് വർദ്ധിപ്പിച്ചു കൊടുത്ത് അവസാനം നാം അവരെ പിടിച്ച് ശിക്ഷിക്കുന്നവരവസ്ഥ വരും. വവും ലീലഹും, നാം അവർക്കിങ്ങനെ കാലതാമസം ചെയ്തു കൊടുക്കുകയാണ്. പക്ഷേ അവരറിയുന്നില്ല. ഇന്ന കൈദീ മതീൻ, എന്റെ തന്ത്രങ്ങൾ അത് വളരെ ബലവത്തായതാണ്, സഹിക്കാനാവില്ല എന്നുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ തെമ്മാടിത്തം വർദ്ധിപ്പിച്ചാലൊന്നും, തഖ്വയില്ലെന്ന് വിട്ട് ജീവിച്ചാലൊന്നും അള്ളാന്റെ സഹായം കിട്ടാതിരിക്കൂല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അത് തിരുത്താനുള്ള വചനങ്ങളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തിയപ്പോൾ പല നാട്ടുകാർക്കും അള്ളാഹു കുറേ കാലത്തിന് ഒരുപാട് സൗകര്യം ചെയ്തു കൊടുത്തു എന്നാണ്. നമ്മളങ്ങനെയല്ലല്ലോ വിചാരിക്കുക. അള്ളാഹിന്റെ കൽപ്പനകളെ മറന്നാൽ പൊടുന്നനെ ശിക്ഷ വരുമോ? ഇല്ല, അങ്ങനെയല്ല റബ്ബ് സ്വീകരിക്കുന്ന രീതി. മറിച്ച് പ്രകാരമാണ്. സൂറത്തുൽ അൻആമിലെ 44-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അവരോട് ഉത്ബോധിപ്പിക്കപ്പെട്ട കാര്യങ്ങളനുസരിച്ച് ജീവിക്കുന്നതിന് പകരം ആ ഉത്ബോധനങ്ങളെയൊക്കെ അവർ മറന്നുകൊണ്ട് ധിക്കാരികളായി ജീവിച്ചപ്പോൾ അല്ല പറയണ ഉടനെ ശിക്ഷിച്ചു എന്നല്ല. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും അനുഗ്രഹങ്ങളുടെയും ഡോറുകൾ നാം അവർക്ക് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അർമാദിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഹത്താ ഇദാ ഫരിഹു, അവർ വല്ലാത്ത അർമാദത്തിലും ആഹ്ലാദത്തിലും ധിക്കാരത്തിലും അഹങ്കാരത്തിലും ഒഴുകി ജീവിച്ചപ്പോൾ അഖദ്നാഹും ബഗ്ത, പെട്ടെന്നൊരു പിടുത്തം നാം അങ്ങ് പിടിക്കുകയാണ് ചെയ്തത്. ഫൈദാഹും മുബ്ലിസൂൻ, അന്നേരം പിന്നെ അവർ വല്ലാത്ത നിരാശയിലായി മാറി എന്ന്. ഇത് ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ജനങ്ങളെ തഖ്വയോടെ ജീവിച്ചോളൂ, അതിലൂടെ മാത്രമേ റബ്ബ് സഹായിക്കുകയുള്ളൂ. തഖ്വയിൽ നിന്ന് തെറ്റിയാൽ റബ്ബിന്റെ സഹായം നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കും, ഞാൻ എത്ര കാലമായി പലതിലും ഞാൻ വീഴ്ച വരുത്തുന്നുണ്ടല്ലോ, എന്നിട്ടും എൻ്റെ ജീവിതത്തിലെ വെച്ചടി പുരോഗതി തന്നെയാണല്ലോ, ബറക്കത്തൊട്ടും കുറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ ഈ പറയുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന ലിബറൽ ചിന്ത മനുഷ്യ മനസ്സുകളിൽ ചെകുത്താൻ കൊണ്ടുവരുമ്പോ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനം കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ ഗ്രഹിക്കണം. എന്താണ് ആ വചനം? അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഇദാ റഅയ്തല്ലാഹ യുഅ്തിൽ അബ്ദ മിനദ് ദുനിയാ അലാ മആസിഹി മാ യുഹിബ്ബു ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്. നീ ഒരടിമയെ കണ്ടാൽ, നീ അല്ലാഹുവിനെ കണ്ടാൽ പ്രകാരം അവനതാ ഒരു തെമ്മാടിയായ മനുഷ്യന് അവന്റെ തെമ്മാടിത്തത്തിലൂടെ അവൻ ജീവിച്ചു കൊണ്ടിരുന്നിട്ടും അവന് ദുന്യാവിൽ പലപ്പോഴും കുറേ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് നീ കാണുകയാണെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, അത് നല്ലതിനാണെന്നല്ല നീ കരുതേണ്ടത്. അതല്ല തൽക്കാലത്തേക്കൊന്ന് അയച്ചു വിടുകയാണ്. ഇവൻ എത്രത്തോളം പോകും, എത്രത്തോളം ഇവന്റെ നെകളിപ്പ് കാണും, എത്രത്തോളം ഇവന്റെ അഹങ്കാരവും ധിക്കാരവും ഒക്കെ വർദ്ധിക്കുമെന്ന് റബ്ബ് അവനെ ഇങ്ങനെ പരീക്ഷിക്കുകയാണ്. പിന്നെയോ പെട്ടെന്നായിരിക്കും ശിക്ഷ വരിക. എന്നിട്ടതിന് തെളിവായിക്കൊണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച സൂറത്തുൽ അൻആമിലെ 44-ാമത്തെ ആയത്ത് ഓതുകയാണ് ചെയ്തിട്ടുള്ളത്. വീണ്ടും കേൾക്കൂ. സൂറത്തുൽ മുഅ്മിനൂൻ 55, 56. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ കലാമുകൾ. അയഹ്സബൂന, അല്ലാഹുവിന്റെ ചോദ്യം, അവർ വിചാരിച്ചു പോയോ അന്നമാനുമിദ്ദുഹും, നാം അവർക്ക് ഇങ്ങനെ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്, മിമ്മാലിം വബനീൻ, സമ്പത്ത് കൊടുക്കുന്നുണ്ട്, മക്കളെ കൊടുക്കുന്നുണ്ട്, സ്വാധീനം കൊടുക്കുന്നുണ്ട്, എന്നാലും അവർ തെമ്മാടിത്തത്തിലൂടെ ഒട്ടും കുറവുമില്ല. അതൊക്കെ നാം അവർക്ക് ചെയ്തു കൊടുക്കുന്നത് നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, അവർക്ക് എൻ്റെ ഖൈറാത്തുകൾ നാം അവർക്കിങ്ങനെ ധാരാളമായി പെട്ടെന്നിങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെന്നാണോ അവർ വിചാരിക്കുന്നത്? എങ്കിൽ ബല്ലാ യശ്ഉറൂൻ, അങ്ങനെയൊന്നുമല്ല. അവർക്കത് തിരിഞ്ഞിട്ടില്ല. റബ്ബിന്റെ ഒരു പിടുത്തം വരുവോളുള്ള അയച്ചുവിടലാണത്. സമയമായാൽ ഒരു പിടുത്തമുണ്ട്, ഒരു പിടിച്ചു വലിയുണ്ട്. കുതറി രക്ഷപ്പെടാൻ ഒരു കൊമ്പനും സാധിക്കില്ല എന്നാണ് അല്ലാഹു വ്യക്തിതലം തൊട്ട് അന്താരാഷ്ട്രത്തിലുള്ള നേതാക്കന്മാരെ വരെ
ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഉണ്ടാകുവാൻ എല്ലാവർക്കും അനിവാര്യമായ ഏക മാർഗം ഈമാനിൽ നിലക്കൊള്ളൽ മാത്രമാണ് സുഹൃത്തുക്കളെ. ആ ഒരു മാർഗത്തിലൂടെ മുന്നോട്ട് പോകുവാൻ നാം എല്ലാവരും പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും വിശ്വാസവർദ്ധനവിന് ആവശ്യമായ നിലക്കുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സദാ മുറുകെ പിടിക്കുവാനും നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് എല്ലാ അർത്ഥത്തിലും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم احفظ رئيس الدولة بحفظك وكن له عونا وسندا وهاديا ومسددا وبارك في عمره وعمله. اللهم وفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضاه. اللهم سدد خطى والدنا حاكم الشارقة وبارك له في عمره وعمله وأهله. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.